പ്രമേഹവും രക്തസമ്മർദ്ദവും കൂടി സ്ഥിരം രോഗികളായി മാറുകയാണ് പല ഓമന മൃഗങ്ങളും. അമിത ഭക്ഷണവും തെറ്റായ ഭക്ഷണ രീതിയും വ്യായാമമില്ലായ്മയുമാണ് രോഗത്തിലേക്ക് നയിക്കുന്നത്. 15 വർഷം ആയുസ്സുള്ള ജീവികൾ 6 വയസ്സ് കഴിയുമ്പോഴേക്കും രോഗികളാകുന്നു എന്നാണ് പഠനം തെളിയിക്കുന്നത്. കാർത്തിക മഠത്തിലുണ്ട്. കാർത്തിക, ഗുഡ് മോർണിംഗ്. നമ്മളൊക്കെയും വളർത്തു നായകളെയും അതുപോലെ പൂച്ചകളെയും ഒക്കെ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളെ നമ്മളെപ്പോഴും ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്, ചേർത്ത് പിടിക്കാറുണ്ട്. പക്ഷെ അവയ്ക്ക് ശരിക്കും വേണ്ടത് അങ്ങനെ ചേർത്ത് പിടിക്കലും നമ്മുടെ ഉമ്മ വയ്ക്കലും അമിതമായ ഭക്ഷണം കൊടുക്കലും ഒക്കെ മതിയോ എന്ന് ആലോചിക്കേണ്ട ഒരു സമയം എത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് മോത്തി പറഞ്ഞതുപോലെ തന്നെ ശരിക്കും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ, പ്രത്യേകിച്ചും പൂച്ചയായിക്കോട്ടെ അല്ലെങ്കിൽ നായക്കുട്ടികളായിക്കോട്ടെ. അവരൊക്കെ കാണുമ്പോൾ നമുക്ക് എടുക്കാനും താലോലിക്കാനും എല്ലാം നമുക്ക് തോന്നും. ചില സമയങ്ങളിൽ നമ്മൾ ചില വീടുകളിൽ പോകുന്ന സമയത്ത് കാണാറുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വളർത്തു നായകൾ അടുത്തുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കുന്ന രീതികൾ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് ആൾക്കാരെയും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തുടർന്നു പോരുന്ന ഈ തരത്തിലുള്ള ശീലങ്ങളായിരിക്കണം ഒരു പക്ഷേ ഈ 15 വയസ്സ് ആയുസുണ്ട്. നേരത്തെ മോത്തി പറഞ്ഞതുപോലെ 15 വയസ്സ് ആയുസുണ്ട് നായ്കൾക്കൊക്കെ. പക്ഷേ 6 വയസ്സാകുമ്പോഴത്തേക്കും ഇവർക്ക് പ്രായമാവുന്നു, അല്ലെങ്കിൽ രോഗത്തിന് അടിമപ്പെടുന്നു, അവർക്ക് ക്ഷീണമാവുന്നു, അവശത അനുഭവപ്പെടുന്നു. ഇതിനൊക്കെ കാരണം ഈ അമിതമായിട്ടുള്ള ഭക്ഷണ ശീലങ്ങൾ അല്ലെങ്കിൽ ക്രമം തെറ്റി ഭക്ഷണ രീതി, ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ വളർത്തു നായ്ക്കളെ ഇത്രയും അവശരാക്കുന്നത്. നമ്മളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ വളർത്തു നായ്ക്കളാണല്ലോ, നമ്മുടെ ഓമന മക്കളാണല്ലോ എന്നുള്ളത് കൊണ്ട് എല്ലാം എന്ത് വേണമെങ്കിലും അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഒരു നായയുടെ ശരാശരി ആയിട്ടുള്ള ഒരു തൂക്കം എന്ന് പറയുന്നത് 30 കിലോ ആണ്. പക്ഷേ ഇപ്പൊ ലാബ് അല്ലെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡ് ഇങ്ങനത്തെ നായകളൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ 15 വർഷത്തോളം ജീവിക്കേണ്ട ഈ മൃഗങ്ങളാണ് 5-6 വർഷത്തിലൊക്കെ ഇതുപോലെ രോഗബാധിതരായി അവശതയിൽ എത്തുന്നത്.